ഓരോ ജൂലൈ 8 കടന്നു പോകുന്നത് പെരുമൺ ട്രെയിൻ ദുരന്തത്തിന് നടുക്കുന്ന ഓർമ്മകളുടെ ചൂളം വിളിയിലുമാണ്. 1988 ബംഗളൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസ് കൊല്ലം അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞ് 100-ലധികം പേർ മരിച്ചത്. ദുരന്തം നടന്ന 4 പതിറ്റാണ്ടിനോട് അടുക്കുമ്പോഴും അപകട കാരണം എന്തെന്ന ചോദ്യത്തിന്റെ ദുരൂഹതകൾ ബാക്കിയാണ്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ അപകടമായിരുന്നു 38 വർഷങ്ങൾക്ക് മുൻപ് നടന്ന പെരുമൺ ദുരന്തം. അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ഐലൻഡ് എക്സ്പ്രസിന്റെ ബോഗികൾ ഒന്നൊന്നായി പാളം തെറ്റി കായലിലേക്ക് പതിച്ചു. എഞ്ചിനും പാഴ്സൽ വാനും ഒരു കോച്ചും മാത്രമേ പാലം കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 10-ലധികം വരുന്ന ട്രെയിനിലെ ബാക്കി കോച്ചുകളെല്ലാം യാത്രക്കാരോടൊപ്പം മുങ്ങിത്താഴ്ന്നു. 105 പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. അപകടം നടന്ന ശബ്ദം കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ജില്ലാ ഭരണകൂടവും ചേർന്ന് ആഴങ്ങളിൽ നിന്ന് രക്ഷിച്ചത് 500-ലധികം പേരെയാണ്. ചില കോച്ചുകളുടെ ജനലുകളും വാതിലുകളും അകത്തുനിന്ന് അടച്ചിരുന്നതും കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമായി. ട്രെയിൻ പാളം തെറ്റിയതിന്റെ കാരണം തേടി അന്നത്തെ റെയിൽവേ സേഫ്റ്റി കമ്മീഷണറായിരുന്ന സൂര്യനാരായണനും അതിനുശേഷം റിട്ടയർഡ് എയർ മാർഷൽ CS നായികും വ്യത്യസ്തമായ 2 അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. രാജ്യത്തെ നടുക്കിയ പെരുമൺ തീവണ്ടി ദുരന്തത്തിന് 38 വർഷം പിന്നിടുകയാണ്. ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം ഇന്നേ വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ആദ്യം ഒരു റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ വന്നു. അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ആദ്യത്തെ പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹം പറഞ്ഞു റെയിൽവേ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ പെരുമൺ ദുരന്തം നടന്നത് എന്ന് പറഞ്ഞു. എങ്കിൽ തന്നെയും അന്തിമ റിപ്പോർട്ടിൽ ഇവിടുന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ടൊർണാഡോ അഥവാ ചുഴലിക്കാറ്റ് പഴിചാരി അദ്ദേഹം പിന്മുറയുകയും ചെയ്തത്. വാസ്തവത്തിൽ അന്ന് പെരുമൺ കായലിൽ ഒത്തിരി മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു, പണിയെടുത്തിരുന്നു. ഈ മണൽ വാരൽ തൊഴിലാളികളുണ്ടായിരുന്നു. ഈ കയർ നിരിക്കുന്ന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. അവിടെ ഒന്നും ഒരു ചകിരിനാര് പോലും ഈ കൊടുങ്കാറ്റിൽ പറന്നില്ല. അപകട കാരണം ടൊർണാഡോ അഥവാ അതിശക്തമായ ചുഴലിക്കാറ്റ് എന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ദൃക്സാക്ഷികളായ പ്രദേശവാസികൾ അടക്കമുള്ളവർ ആ സിദ്ധാന്തം തള്ളിക്കളയുന്നുണ്ട്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കാണിച്ച് പോലീസും 2019 അന്വേഷണം അവസാനിപ്പിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി പെരുമൺ പാലത്തിന് സമീപം നിർമ്മിച്ച സ്മൃതി മണ്ഡപത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും മരിച്ചവരുടെ കുടുംബങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായവരും തുടങ്ങി പതിറ്റാണ്ടുകളായി നടുക്കുന്ന ഓർമ്മകൾ പേറുന്നവർ എല്ലാ ജൂലൈ 8 ഈ സ്മൃതി മണ്ഡപത്തിൽ ഒത്തുചേരും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. മായം കലരാത്ത സ്നേഹം, മനം നിറഞ്ഞ ആരോഗ്യം. പ്രായത്തെ ജയിക്കാൻ പ്രകൃതിയുടെ കൂട്ടുമായി ഡോക്ടർ ഫുഡിന്റെ ഡയറ്റ്ലെസ് ഡയബറ്റിക് ഫ്രണ്ട്ലി ഓട്സ്. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.